ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേകതര ഐറ്റമാണ്. അതിൻ്റെ പേര് മിനി കസ്റ്റർഡ് റോൾസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. 1.5 കപ്പ് മൈദ, ഇത് 300 ഗ്രാം ഉണ്ട്. 1/4 കപ്പ് പഞ്ചസാര, 1 മുട്ട, 1/2 കപ്പ് ചെറു ചൂടുള്ള പാല്, 50 ഗ്രാം അലിഞ്ഞു തുടങ്ങിയ ബട്ടർ, ഈസ്റ്റ് ഇടാൻ പോവാണ്. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് മിക്സ് ചെയ്ത് ഒരു ബോളാക്കി എടുത്ത് വെക്കണം. കുറച്ച് നേരം നന്നായിട്ട് ഇങ്ങനെ കുഴച്ചതിന് ശേഷം നമുക്ക് ഇതൊരു ബോളാക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ റൈസ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള കസ്റ്റേർഡ് ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് 1 കപ്പ്, 1 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ, ഒരു ശകലം ഉപ്പ്. എൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഉപ്പിടുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇങ്ങനത്തെ ഒരു വിസ്കർ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യും. നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ച് ഒന്ന് സെറ്റാക്കാം. ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ചെറിയ ഫ്ലെയിമിൽ, വളരെ ചെറിയ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, ഒരു ക്രീമി കൺസിസ്റ്റൻസി. നേരത്തെ അത് വെള്ളം പോലെയായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. നേരത്തെ വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിക്കാം. നന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കാം. നമുക്ക് ഇങ്ങനെ വയ്ക്കാം, എയർ കിടക്കാതെ. എയർ കിടന്നാൽ ചിലപ്പോൾ പാട കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് നമുക്ക് അവിടെ വെക്കാം. 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മളിതിൻ്റെ ശീലഴിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് തീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കാണാം, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സർഫസിലേക്ക് ഇട്ടിട്ട് ഇച്ചിരി പൊടി തൂവിയിട്ട് ഇതൊന്ന് പരത്താം. ഈ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സർഫസിലിട്ടിട്ട് ഒന്ന് പരത്തിയാൽ മതി. നല്ല സൂപ്പറായിട്ട് പരത്തിയിട്ടിട്ടുണ്ടാവും, നമുക്ക് കാണാമേ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ മൂടി വെച്ചിരുന്ന ആ കസ്റ്റേർഡ് എടുത്തിട്ട് കുറേശ്ശെ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇത് പതുക്കെ അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും പാട്. പതുക്കെ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടുവരിക ഒരേപോലെ. നമുക്കിങ്ങനെ ഒരു ചരട് വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാം. നല്ല സ്പേസ് ഇട്ട് അകത്തി വേണം വെക്കാനായിട്ട്. രണ്ട് ട്രേയിലും നല്ല കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് സെറ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊങ്ങുകയും ചെയ്യും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം 180 ഡിഗ്രിയിൽ. എന്നിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട്. റൈസ് ചെയ്യാൻ വെച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല അസറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എഗ് വാഷ് ചെയ്യാൻ പോവാണ്. ഒരു മുട്ടയുടെ ഉണ്ണിയും 2 ടീസ്പൂൺ പാലും. ഇനി നമ്മളതിൻ്റെ മുകളിൽ പതുക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കുറച്ച് കറുവാപ്പട്ട പൊടിച്ചത് അത് വളരെ നേരിയതായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ ലൈറ്റായിട്ടാണ് വെള്ളം. ഇതിൻ്റെ മണം അധികം കഴിഞ്ഞാൽ ഒരു ശരിയാവില്ല. ശകലം വെച്ച് ഇട്ട് കൊടുക്കാം. ഈ ആൽമണ്ട് ഫ്ലേക്സ്, ബദാമിൻ്റെ ഇങ്ങനത്തെ ഫ്ലേക്സ് വാങ്ങിക്കാൻ കിട്ടും, ബേക്കറികളിലൊക്കെ കിട്ടാറുണ്ട്. അതിങ്ങനെ ഇട്ട് കൊടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് നമ്മളിത് വയ്ക്കുകയാണ്. 30 to 35 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. 30 to 35 മിനിറ്റ്സ്. നമുക്ക് 30 മിനിറ്റ്സിന് മുന്നേ നമുക്കൊന്ന് വന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിനി കസ്റ്റേർഡ് റോൾസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റിംഗ് സെഷൻ ആയാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? യെസ്, ആയിക്കോട്ടെ, തുടങ്ങിക്കോളൂ. പണ്ട് നമ്മള് ഈ കൊടൈക്കനാല് ഊട്ടിയൊക്കെ പോകുമ്പോ, വേളാങ്കണ്ണിക്കൊക്കെ പോകുമ്പോ ഈ റോഡ് വക്കില് ഇതുപോലത്തെ കൊട്ടയില് ഒരു സാധനം ഇങ്ങനെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെ ഇരിക്കുന്നുണ്ട്. അതിന്റെ പേര് പനനങ്കെന്നാണ്. പക്ഷെ ഇത് പനനങ്കല്ല, ഇത് വേറെ സൂത്രമാണ്. അതായത് മിനി കസ്റ്റാർഡ് റോൾസ്. കഴിച്ചു നോക്കിട്ട് പറയാം കേട്ടോ. നന്നായിട്ട് കേട്ടോ. അത് സ്പോഞ്ചി ആയിട്ടുണ്ട്. നമ്മൾ കടിക്കുമ്പോഴേ ഇങ്ങനെ കടിക്കുമ്പോ ഇന്ന് വരും. പഫി ആയിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ട്, നല്ല രസമുണ്ട് കേട്ടോ. വെരി ഗുഡ്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരും. ടിൽ ദെൻ, ബൈ.